യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത് ദൈവമക്കളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം 1:9 19-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് വായിക്കേണ്ടത്. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് ഇസ്രായേലിന് തൃപ്തി വരും. കണ്ണുനീരിന്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് ഇസ്രായേലിന്റെ ബാബേൽ പ്രവാസ കാലയളവിന് മുമ്പും ബാബേൽ പ്രവാസാനന്തരം ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൂത് കൊടുത്ത സന്ദേശങ്ങളാണ് നമുക്ക് യിരെമ്യാ പ്രവചനത്തിൽ കാണാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് പല പ്രാവശ്യം സ്വർഗീയ ദൂതുകൾ നമുക്ക് ധ്യാനിക്കാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് യിരെമ്യാവ് നിൽക്കുന്നത്. എന്നാൽ മറ്റ് പ്രവാചകന്മാരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ ശാരീരികവും മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ്. വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരിൽ നിന്ന് വളരെയധികം ശാരീരികവും മാനസികമായ പ്രയാസങ്ങളിലൂടെ താൻ കടന്നുപോയി. എന്തുകൊണ്ടാണ് ആ വിധ ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയത്? ദൈവം തന്നെ ഏൽപ്പിച്ച ദൂതുകളും ആലോചനകളും ഒട്ടും കൂട്ടാതെയും കുറയ്ക്കാതെയും ഉള്ളതുപോലെ അറിയിച്ചു. ഇസ്രായേലിനെതിരായി ബാബേൽ രാജാവ് പടക്കോപ്പുമായി വരുന്നു. നിങ്ങൾ ബാബേലിലേക്ക് പ്രവാസികളായി പോകും. ഇത് പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ പ്രഭാവകാലത്താണ്, ഐശ്വര്യ സമ്പൂർണമായ ഒരു കാലത്താണ് ഇത് യിരെമ്യാവ് പറയുന്നത്. അവർ പറഞ്ഞു, ബാബേലിൽ ആള് വരും, നെബൂഖദ്നേസർ വരുമോ? ഞങ്ങൾ ബാബേലിലേക്ക് അടിമകളായി പോകുമെന്നോ? നീ എന്ത് വിവരക്കേടായി പറയുന്നു? അവിടെ മുതൽ പ്രശ്നം ആരംഭിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി യിരെമ്യാവ് ശക്തമായി ദൂത് പറയുന്നുണ്ട്. തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, മാനസികമായി ഉപദ്രവിച്ചു. പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ സമയമായപ്പോൾ ഇസ്രായേലിന്റെ ശിക്ഷാ കാലയളവോടൊപ്പം ബന്ധത്തിൽ ബാബേലിലേക്ക് പ്രവാസികളായിട്ട് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. ബാബേലിൽ ഇവരായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ യിരെമ്യാവ് പറഞ്ഞുകൊണ്ടോ, ഞാൻ ഇന്നലകളിൽ പറഞ്ഞതല്ലേ, നിങ്ങൾ പ്രവാസികളായി പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ബാബേൽ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പും ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ചുരുങ്ങിയ കാലയളവും, യിരെമ്യാവിന്റെ ശുശ്രൂഷയുടെ ചുരുങ്ങിയ കാലയളവ്, ഇങ്ങനെ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ യിരെമ്യാവിലൂടെ ഇടപെടുന്നത്. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേലിനെ അവരുടെ കഷ്ടതകളിൽ നിന്നും, ബാബേലിന്റെ പ്രതിസന്ധികളിൽ നിന്നും, ബാബേൽ നിമിത്തമായിട്ടുണ്ടായ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ദൂതും ആലോചനയും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിക്കേ. യിരെമ്യാ പ്രവചനം 50-ന്റെ 4. ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് ഇസ്രായേൽ മക്കളും ഇസ്രായേലിന്റെ ഒരു ഭാഗമായിരിക്കുന്ന യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും കൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മുൻകാലങ്ങളിൽ ദൈവം കൊടുത്ത ദൂതുകളെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ബോധം വരും. ദൈവമേ, ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് വരുമെന്ന് അന്ന് അങ്ങയുടെ പ്രവാചകനിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അന്ന് ഞങ്ങൾ മനം തിരിയാതെ പോയത് കൊണ്ട്, അനുദപിക്കാതെ പോയത് കൊണ്ട് ഈ പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ ആയിപ്പോയി. എന്നാൽ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ്
അനുതാപത്തോടും മനസ്താപത്തോടും കൂടെ പാപബോധത്തോടും ദുഃഖഭാരത്തോടും കൂടെ അവരേറ്റു പറഞ്ഞ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ മഹാദൈവത്തിന്റെ കരുണയും മഹാദൈവത്തിന്റെ കൃപയും അവരുടെ മേൽ വെളിപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇസ്രായേലിൽ വരാൻ പോകുന്ന ഒരു സമയം കഴിയുമ്പോൾ വരാൻ പോകുന്ന അനുതാപത്തെ കുറിച്ച് പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരഞ്ഞപേക്ഷിക്കുന്ന ഒരു ഇസ്രായേൽ. ദൈവത്തിന്റെ സ്തോത്രം. 50-ാം അധ്യായത്തിന്റെ പല ഭാഗങ്ങളിൽ ചേർത്ത് നമ്മൾ ധ്യാനിച്ചു പഠിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കരുതലും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളിലേക്ക് എല്ലാം നമ്മൾ പ്രവേശിച്ചാൽ സമയത്തിന്റെ പരിധി എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. നമ്മൾ വായിച്ച ഒരു വാക്യത്തിന് മാത്രം നമ്മൾ കൂടുതൽ പ്രാധാന്യത കൊടുത്ത് നമ്മുടെ സമയപരിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. എന്താ ആ 19-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. തൃപ്തി വരുത്താൻ വേണ്ടി മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ ദൈവമക്കളും ഓർക്കുക, മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മടക്കി വരുത്തുന്നത് എന്തിനു വേണ്ടിയാ? പട്ടിണിയിലേക്കല്ല, ദാരിദ്ര്യത്തിലേക്കല്ല, അരാജകത്വത്തിലേക്കല്ല, അല്ലെങ്കിൽ അസ്വസ്ഥതയിലേക്കല്ല, അടിമത്വത്തിലേക്കല്ല, പിന്നെയോ സംതൃപ്തിയിലേക്ക്, ആത്മീയ ഭൗതിക ശാരീരിക സംതൃപ്തിയിലേക്ക് മടക്കി വരുത്തുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവമുണ്ട്. കുമ്പപ്പള്ളി സഭയുടെ ആരാധനാലയത്തിൽ ഈ വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറയുന്നു: നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ തൃപ്തിപ്പെടണമെങ്കിൽ അവിടെ ഒരു വാദി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിലേക്ക് മടങ്ങി വരണം. മടങ്ങി വരാതെ ഒരു തൃപ്തിയില്ല. ഹല്ലേലൂയ. എനിക്ക് മടങ്ങി വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും? തൃപ്തിപ്പെടണ്ട. അവിടെ തന്നെ കിടന്നു, അടിമത്വത്തിൽ കിടന്നു, അരാജകത്തിൽ കിടന്നു, പട്ടിണിയിൽ കിടന്നു, ശത്രുവിന്റെ ഉപദ്രവം അനുഭവിച്ചു. അല്ല, കരഞ്ഞു പ്രാർത്ഥിച്ച് എന്റെ ദൈവമേ ഒരു വിടുതൽ, ഒരു അനുഗ്രഹം, ഒരു നന്മ എന്ന് പറഞ്ഞ് ഒരു വിശാലതയ്ക്ക് വേണ്ടി ആരാഗ്രഹിക്കുന്നുണ്ടോ അവർക്കുള്ള പ്രാരംഭമായി ദൈവത്തിന്റെ ദൂതാണ് മടങ്ങി വരുവാൻ തയ്യാറാകണം. ഏതെല്ലാം മേഖലകളിൽ ദൈവം ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ദൈവം മടക്കി വരുത്തിയിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന തൃപ്തി കൊടുക്കാൻ ദൈവം കഴിവുള്ളവനാണ്. സ്തോത്രം. ഇനി അവിടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ 4 പ്രധാനമായ സ്ഥലങ്ങളുടെ പേര് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ പ്രധാനമായ സ്ഥലങ്ങളിലൂടെ മടക്കി വരുത്തിയിട്ടാണ് ദൈവം അവർക്ക് എന്ത് കൊടുക്കുന്നത്? തൃപ്തി കൊടുക്കുന്നത്. ഈ ഭാഗം ധ്യാനിച്ച വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും ഓർക്കുക, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ബൈബിൾ സ്ഥലങ്ങളിൽ എല്ലാം അതിന്റെ ആത്മീയ ദൂതുകളും ആത്മീയ ആശയങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ആത്മീയ ദൂതിനനുസരിച്ചുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീയ ഭൗതിക സംതൃപ്തിയിലേക്ക് നമുക്ക് മടങ്ങി വരുവാനായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. എന്താ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്ന 4 പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഓർത്തോളണം. ഒന്നാമത്തെ പേരെന്താണ്? കർമ്മേ. കണ്ടോ? പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അതിൽ ഒന്നാമത്തെ മേച്ചിൽ പുറം പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഏതാണ്? കർമ്മേ. എന്താ കർമ്മയെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്? ആത്മീയ ആരാധന വെളിപ്പെട്ട ഇടമാണ് കർമ്മേ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിൽ ആഹാബ് നിമിത്തമായിട്ട് മഴയില്ല, ആകെ പ്രശ്നങ്ങളാണ്, ആകെ ബുദ്ധിമുട്ടുകളാണ്. സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവങ്ങളെ മുഴുവനും കൊണ്ടുവന്ന് ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ട് സത്യദൈവ ആരാധന ദേശത്തുനിന്ന് അന്യാധീനമായി പോയി. സ്തോത്രം. അതിന് കാരണം ആരാണെന്ന് അറിയാമോ? ഇസബേലാണ്. ഇസബേല്. സ്തോത്രം. ഇസബേല് നിമിത്തമാണ് ആ പ്രതിസന്ധികൾ മുഴുവനും ഉണ്ടായത്. ഇസ്രായേലിലെ സകല തെരുവുകളിലും സകല മുക്കിലും സകല മൂലയിലും
ബാലിന്റെയും അതുപോലെ തന്നെ അശേരയുടെയും പ്രതിഷ്ഠകളും ആരാധനക്രമങ്ങളും വന്നതിന് പിന്നിൽ ഇസബേലാണ്. ഇസബേലിന്റെ പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റി സത്യദൈവ ആരാധനയെ തകർത്തു മുടിച്ചു കളഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹീത പ്രവാചകനായ ഏലിയാവിനെ ദൈവം രംഗത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒന്നിലേക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിച്ച് ധ്യാനിച്ചു പഠിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമായി ഏലിയാവ് ബാലിന്റെയും ഇസബേലിന്റെയും പ്രവാചകന്മാരെ കർമ്മേലിലേക്ക് കൊണ്ടുവരികയാണ്. ചരിത്രം എല്ലാവർക്കും അറിയാം. കർമ്മേലിലേക്ക് കൊണ്ടുവരുന്നു. കർമ്മേലിൽ വെച്ച് ഒരു നല്ല ആരാധന വെളിപ്പെടുന്നുണ്ട്. ബാലിന്റെയും ഇസബേലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക് പ്രാരംഭ സമയം കൊടുത്തു എങ്കിലും അവർക്കൊന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ദേവന്മാർക്കോ ദേവിമാർക്കോ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഏലിയാവ് ചെയ്തത് നമുക്കറിയാം. ഇടിഞ്ഞു കിടന്ന ആരാധന യാഗപീഠം അത് പുനഃസ്ഥാപിച്ചു. സ്വന്തം 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 എത്ര പേർക്ക് വിഷയം മനസ്സിലാകുന്നുണ്ട്? ഇടിഞ്ഞു കിടന്ന യാഗപീഠം അവിടെ പുതുക്കി പണിതിട്ട് വ്യവസ്ഥാപിതമായ രീതിയിൽ അവിടെ യാഗാർപ്പണം നടത്തിയിട്ട് സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദാസനാണെന്ന് അറിയേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ, തീയിറങ്ങുമാറാകണമേ. ഇസ്രായേലിന്റെയും പ്രവാചകന്മാർ കാണത്തക്ക നിലയിൽ സ്വർഗത്തിൽ നിന്ന് അവിടെ തീയിറങ്ങി. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി തീർന്നു. കർമ്മേൽ വിളിച്ചറിയിക്കുന്ന ആത്മീയ സന്ദേശം ഇതാണ്: ആരാധനയിൽ എവിടെയെങ്കിലും ഇടിവുകൾ ഉണ്ടെങ്കിൽ ആ ഇടിവുകൾ പരിഹരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വ്യവസ്ഥാപിതമായ ആരാധനയും വ്യവസ്ഥാപിതമായ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വെളിപ്പെടുമ്പോൾ ആത്മീയ സംതൃപ്തിയിലേക്ക്, ഭൗതിക സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം കഴിവുള്ളവനാണതുകൊണ്ട് കർമ്മേലിന്റെ അനുഭവങ്ങളിലൂടെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. കർമ്മേലിന്റെ മേച്ചിൽ പുറങ്ങളിലൂടെ ഞാൻ ഇസ്രായേലിനെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ പുല്ല് തിന്നുന്ന ഒരു മേച്ചിലല്ല അവിടെ കാണാനായിട്ട് കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളും നമ്മുടെ വ്യക്തിപരമായ ആരാധനയിലേക്കും നമ്മുടെ കുടുംബാരാധനയിലേക്കും നമ്മുടെ അകങ്കണ്ണ് കൊണ്ടൊന്നും കൊണ്ട് നോക്കണം. സഹോദരം, ഇതൊരു ആരാധനയോഗമാണ്. ദൈവസഭയ്ക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരാധനാലയത്തിൽ വന്നു. കഴിഞ്ഞ ആഴ്ച വന്നവർ ചില ഈ ആഴ്ച വന്നിട്ടില്ല. ഈ ആഴ്ച വന്നവരിൽ എത്ര പേര് അടുത്ത ആഴ്ച വരും നമുക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ദൈവമക്കളുണ്ട്. അവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ഒരു സഭാരാധന എന്നതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായും കുടുംബമായും എന്റെ ദൈവത്തെ എനിക്ക് ആരാധിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? എന്റെ ആരാധനയിൽ എവിടെയെങ്കിലും ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായ ആരാധനയും വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നന്നായി മനസ്സിലാക്കി അതിന്റെ കുറവുകൾ പരിഹരിച്ചിട്ട് ആ ആരാധനയാകുന്ന പ്രാർത്ഥനയാകുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ ആത്മാവിൽ നമുക്ക് ഒന്നുകൂടെ ബലപ്പെടുവാനായിട്ട് കഴിയണം. അങ്ങനെ ആത്മാവിൽ നമ്മൾ ബലപ്പെടുമ്പോൾ ആത്മീയ ഭൗതിക സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം കഴിവുള്ളവരാണ്. എന്റെ ദൈവം വിശ്വസ്തരായിരിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ കർമ്മേലിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് തൃപ്തി മാത്രം മതി, എനിക്ക് നന്മ മാത്രം മതി, എനിക്ക് അനുഗ്രഹം മാത്രം മതി, എനിക്ക് ഉയർച്ച മാത്രം മതി. എനിക്ക് സ്തുതിക്കാൻ മനസ്സില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല, എനിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമില്ല, എനിക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമില്ല, എനിക്ക് ആരാധനയ്ക്ക് സമയമില്ല, എനിക്ക് കൂട്ടായ്മയ്ക്ക് സമയമില്ല. പക്ഷെ ദൈവമേ, ഒരനുഗ്രഹവും കുറച്ചേക്കരുത് എന്നുള്ളൊരു മനോഭാവമല്ല. മനസ്സിലായോ? എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ ഭൗതികാനുഗ്രഹങ്ങളും ദൈവത്തോടുള്ള അകമഴിഞ്ഞ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്: കർമ്മയിലൂടെ ഞാൻ ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയാമോ? മേയുവാനായിട്ട് വിടും. ഓർക്കുക, രണ്ടാമത് പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതാണെന്ന് അറിയാമോ? ബാശാൻ. ബാശാൻ ദൈവത്തിന്റെ സ്തോത്രം യോർദാന്റെ കിഴക്കുവശത്തുള്ള സ്ഥലമാണ്.
ഇസ്രായേലിലെ ഒരു ഗോത്രത്തിന് അവകാശമായി കൊടുത്തതാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 30 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളിൽ വായിക്കേണ്ട നിങ്ങൾ അവിടെ ബാശാനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 22-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ബാശാനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 2:13 ബാശാനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 68-ാം സങ്കീർത്തനം 15-ാം വാക്യം ബാശാനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. യോശുവ 13-ാം അധ്യായം 29 മുതൽ ബാശാനെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയെല്ലാം വിളിച്ചറിയിക്കുന്ന ഒറ്റ സന്ദേശം ഇതാണ്: ബാശാൻ എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായിരിക്കുന്ന സ്ഥലമാണ്. സ്തോത്രം, 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 ഹല്ലേലൂയ. ബാശാൻ എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായിരിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നന്മയുള്ള സ്ഥലമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ നിറവുള്ള സ്ഥലമാണ്. ബാശാൻ പർവ്വതത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാണ്. ഹല്ലേലൂയ. അവിടെ ജനവാസമുള്ള സ്ഥലമാണ്. സമാധാനത്തോടെ താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ഉയർച്ചകളുള്ള സ്ഥലമാണ്. ശ്രേഷ്ഠതകളുള്ള സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. വിതച്ചാലും നട്ടാലും ഏതാണ്ട് 100 മേനി ഫലം കിട്ടുന്ന ഫലഭൂയിഷ്ഠമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ബാശാനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന എല്ലാ സന്ദേശങ്ങളും ചേർത്തിണക്കി ദൈവത്തിന്റെ ആത്മാവിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു ഭൗതിക നന്മയുള്ള ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നുപോലെ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നു, ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ദൈവാത്മാവ് ശക്തമായി നൽകുന്ന ദോതിതാണ്: എന്നും ഞെരുക്കമല്ല, എന്നും ഇടുക്കമല്ല, എന്നും വേദനയല്ല, എന്നും ഭാരമല്ല, എന്നും ബുദ്ധിമുട്ടല്ല, എന്നും പട്ടിണിയല്ല, എന്നും ദാരിദ്ര്യമല്ല, എന്നും അസ്വസ്ഥതയല്ല. നമ്മുടെ ഭൗതിക മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാശാന്റെ പ്രദേശങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൂടെ ഞാൻ ഇസ്രായേലിനെ കടത്തിവിട്ടിട്ട് ഇസ്രായേലിന് തൃപ്തി ഉണ്ടാകും. ഭൗതിക തലങ്ങളിൽ ദൈവം തൃപ്തി അത് കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ സ്ഥലപ്പേര് നിങ്ങൾ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ്രൈം എന്നുള്ള ഒരു വാക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഫ്രൈം മലനാടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹന്ന, എൽക്കാന, പെനിന്ന മുതലായവരെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ആ എഫ്രൈമിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫ്രൈം മലനാട്ടിലാണ് എൽക്കാനയുടെ സ്വദേശം, എൽക്കാനയുടെ വീട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എഫ്രൈം മലനാട്, എഫ്രൈമുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പോയി ദൈവമക്കൾ ഓർക്കുക, പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഏത് പ്രാർത്ഥനയ്ക്കാ? പെനിന്നായുടെ നിന്ദയ്ക്കൊരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. അത് എപ്പോഴാണ് നിന്ദിക്കുന്നത്? ദൈവമക്കൾ ഓർക്കുക, ആരാധനയുമായി ബന്ധപ്പെട്ട നിന്ദ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നിന്ദ, ആലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി പോകുമ്പോഴാണ് നിന്ദ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ എന്തിനാ പോകുന്നത്? വേറെ വല്ല പണിയുമില്ല, എനിക്ക് പാട്ടില്ല, എനിക്ക് പ്രാർത്ഥനയില്ല, എനിക്ക് ആരാധനയില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ പള്ളിയിട്ട് പോലും കയറിയിട്ടില്ല. പക്ഷെ എന്നെ നോക്കിക്കേ, എന്റെ കുടുംബം നോക്കിക്കേ, എന്റെ പിള്ളേരെ നോക്കിക്കേ. പക്ഷെ അത് കേട്ട് ഒരിക്കലും അങ്ങ് നിരാശപ്പെട്ടു പോയില്ല. പള്ളിയിൽ പോകാത്തവന്റെ, ആരാധിക്കാത്തവന്റെ, പ്രാർത്ഥിക്കാത്തവന്റെ നന്മ കണ്ടുകൊണ്ട് താരതമ്യം ചെയ്തിട്ട് താൻ ദൈവത്തിൽ അകന്നു പോയില്ല. അന്നേ ഒരു കാര്യം ചെയ്തു, ആലയത്തിൽ പോയി കരയാൻ തയ്യാറായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? പെനിന്നായുടെ 10 മക്കളെ കുറിച്ച് ഒരു പേരും അഡ്രസ് പോലും നമുക്കറിയാൻ വയ്യ. പക്ഷെ ഹന്നായുടെ ശൗമേലിനെ കുറിച്ചും തുടർന്നുള്ള സന്തതി പരമ്പരയെ കുറിച്ചും വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികൾ എഴുതി ചേർത്തുവെങ്കിൽ ഇന്ന് പകൽ ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ എഫ്രൈം മലനാട് വിളിച്ചറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇതാണ്: ദൈവനാമത്തെ പ്രതി നിങ്ങൾ നിന്ന അനുഭവിക്കുമ്പോൾ മനോവീര്യം കെട്ടുപോകരുത്, പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. ദൈവനാമത്തിന് വേണ്ടി വെച്ച മുന്നോട്ടുള്ള കാല് അത് മുന്നോട്ട് തന്നെയാ, പുറകോട്ടല്ല. കൃപയില്ലാത്തവര് നിന്ദിച്ചു നമുക്ക് വിഷയമല്ല.
ദർശനമില്ലാത്തവർ ആക്ഷേപിച്ചു, നമുക്ക് വിഷയമല്ല. പരിഹാസികൾ പരിഹസിച്ചു, നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു, നമ്മളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്തു. 10 പേരുടെ മുമ്പിൽ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മുടെ കൃപയെയും ആക്ഷേപിച്ചു. 10 പേരിൽ 4 പേര് അത് കേട്ട് ചിരിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത, ആരും തിരുത്തി കൊടുക്കാൻ തയ്യാറല്ല. ഏത് നീതിമാനെ തേജോവധം ചെയ്താലും കേൾക്കുന്നവൻ ബ്രദർ സോറി ഇത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല, സിസ്റ്റർ സോറി ഇത് കേൾക്കാൻ മനസ്സില്ല എന്നല്ല പറയുന്നത്. അവർ തമ്മിലുള്ള മറ്റു പല കടപ്പാടുകളും ബന്ധങ്ങളും നിലനിർത്താൻ വേണ്ടി നീതിമാനെയും അതുപോലെ വിശുദ്ധരെയും ക്രൂശിക്കുന്ന ആ ക്രൂശീകരണം ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കുഞ്ഞു പോലും തിരുത്തി കൊടുക്കത്തില്ലെന്ന് തിരുത്തപ്പെടുന്ന ഒരു ദിവസം വരൂ. ദൈവത്തിന്റെ സ്തോത്രം. കാലം തെളിയിക്കുന്ന ദിവസം വരൂ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ദിവസം വരൂ. ദൈവം ആരുടെ കൂടെയാ? പരിഹാസിയുടെ കൂടെയല്ല, ദൈവം നീതിമാന്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. അല്ലേ? എത്ര വിശുദ്ധരെ തൊലിയങ്ങ് പൊളിച്ചാലും എനിക്ക് കേൾക്കാൻ മനസ്സിലാകുന്ന മാറിപ്പോകും. അതൊരു സുഖമാണ് കേൾക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ മറ്റു പല കടപ്പാടുകളുണ്ട് അവര് തമ്മിൽ. അതിനൊരു പൂരിപ്പിക്കലിന് വേണ്ടി ഇതൊരു നേരം പോകാം. പക്ഷെ അവിടെ ഓർക്കണം, ഒരു കാര്യം ഓർത്തോളം, കൃപയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ സഹോദരി ഒരു അഭിഷേകത്തിനെ കുറിച്ച് മിണ്ടുന്നത് സൂക്ഷിച്ചിട്ട് പോകണം. വർത്താനം പറയാൻ വേറെ വിഷയം മിണ്ടാതി. വർത്താനം പറയാൻ വിഷയം എന്ത് ചെയ്യണ്ട? മിണ്ടാതിരുന്നാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷിക്തരോ വേർപെട്ട ദൈവമക്കളോ നമ്മുടെ പൊട്ടച്ചൊല്ലിനും നമ്മുടെ കളിയാക്കലിനും നമ്മുടെ നേരം പോക്കിനും വിഷയമായി തീരരുത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ശാപമായി തീരരുത്, വേദനയായി തീരരുത്. സംസാരിക്കാൻ വേറെ ഒത്തിരി കാര്യമുണ്ടെന്ന്. ഇറാഖ് അമേരിക്ക യുദ്ധത്തെ കുറിച്ച് മലയാളം വരുമ്പോ പേപ്പർ വാങ്ങി 300 ഞാൻ പേപ്പർ കിട്ടും. പേപ്പറിൽ എന്തെല്ലാം വാർത്തയുണ്ടെന്നറിയാം. ബാക്കി എന്തെല്ലാം കാര്യം അഭിഷിക്തന്റെ വിഷയം വിട്. സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ വിഷയം വിട്. അവർ നമ്മെ പോലെ രക്ഷിക്കപ്പെട്ടവരല്ലേ? അവർ നമ്മെ പോലെ സ്നാനപ്പെട്ടവരല്ലേ? അവർ പള്ളിയെ വിട്ടവരല്ലേ? 1001 കുറ്റം നമുക്ക് കാണാതെ ദൈവവുമായിട്ട് തീർന്നോളൂന്നേ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മെ ശുദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു ദാസന്റെ വിധിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. നമുക്ക് സംസാരിക്കാൻ ലോകത്തിൽ ഇഷ്ടം പോലെ വിഷയമുണ്ട്. എന്തെല്ലാം സോഷ്യൽ മീഡിയ വഴി എന്തെല്ലാം വരുന്നത്, പേപ്പർ വഴി എന്തെല്ലാം വരുന്നത്, TV വഴി എന്തെല്ലാം വരുന്നത്. അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംസാരിച്ചാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസഭ നമുക്ക് എപ്പോഴും ആദരവോടുകൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കണം. ശുശ്രൂഷക വൃന്ദങ്ങൾ ആദരവോടുകൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കണം. നമ്മെ പോലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നമ്മുടെ ആത്മീയ കൂടപ്പുറപ്പുകൾ ആദരവോടുകൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളിൽ ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കായി ശ്രേഷ്ഠനെന്നവേ ദൈവത്തിന്റെ സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാണ് തേജസ് അവരിലും വെളിപ്പെടേണ്ടതാണ്. നിത്യതയിൽ നമ്മൾ ഒരുമിച്ച് കാണേണ്ടതാണ്. ആത്മനിറവിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. നമ്മെ വിളിച്ചതും നമ്മെ വാഗ്ദാനിച്ചതും എന്തിനു വേണ്ടിയാണെന്ന് ആത്മാവിൽ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ സ്തോത്രം. എഫ്രൈം വിളിച്ചറിയിക്കുന്ന ആത്മീയ സന്ദേശം ഇതാണ്. ഹല്ലേലൂയ. സകല നിന്ദകൾക്കും സകല ആക്ഷേപങ്ങൾക്കും ദൈവം കണക്ക് തീർത്ത് പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ഈ ആരാധനാലയത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ ഉയർത്തി കാണിക്കുന്നു. എളിയവരെ കുപ്പയിൽ ഉയർത്തുന്ന അമ്മയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്ക്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്ന ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുന്നത്, എളിയവരെ കുപ്പയിൽ ഉയർത്തുന്ന ദൈവം പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരെല്ലാം വില കുറയ്ക്കാൻ നോക്കിയാലും ദൈവം ഇട്ടിരിക്കുന്ന ഒരു വിലയുണ്ട്, ദൈവം ഇട്ടിരിക്കുന്ന ഒരു മാന്യതയുണ്ട്. അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. മൂന്നാമത്തെ സന്ദേശം പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രാർത്ഥനയിലൂടെ, എഫ്രൈമിന്റെ അനുഭവത്തിലൂടെ, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് ദൈവം തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിവുള്ളവനാണ്. 4-ാമത്തെ പേര് നിങ്ങൾ നോക്കിക്കേ, എന്താണെന്നറിയാമോ? ഇലയാതെ ദൈവത്തിന് സ്തോത്രം. വളരെ പ്രധാനമായിരിക്കുന്ന പല കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും
8-ാം അധ്യായം യിരെമ്യാപ്രവചനം 8-ാം അധ്യായം തന്നെ 8:22 വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വേഗത്തിൽ വായിച്ചു. സ്തോത്രം, 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 സ്തോത്രം. കണ്ടോ, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ മതി. ഗിലെയാദിലെ മലഞ്ചെരിവുകളിൽ പാറയിടുക്കുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഔഷധ ചെടികളുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഗിലെയാദിലെ മലഞ്ചെരിവുകളിലെ പാറയിടുക്കുകളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഔഷധ ചെടികളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പച്ചമരുന്നുകളുണ്ടല്ലോ, പക്ഷേ പലർക്കും അറിയില്ല. അറിയാവുന്നവരൊക്കെ അത് പറിച്ചെടുക്കും. അപ്പൊ ഗിലെയാദിലെ മലഞ്ചെരിവുകളിൽ, പർവ്വത സ്ഥലങ്ങളിൽ, മലഞ്ചെരിവുകളിൽ ധാരാളം ഔഷധ ചെടികൾ. അതിൽ തന്നെ ഒരു ഔഷധ ചെടി അതീവ ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. അത് ഇടിച്ചെടുത്തതിന്റെ നീര് ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ആശ്വാസമാണ്, സൗഖ്യപ്രദായമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സാധാരണ നിലയിൽ ഗിലെയാദിലെ മലഞ്ചെരിവുകളിൽ പാറയിടുക്കുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വളർന്നു വരുന്ന ഈ ചെടികൾ, ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് സാധാരണ ഒരു ചെടിയായിട്ട് നിൽക്കുന്നു. എന്നാൽ ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുവാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള ഒരാളെ നോക്കുമ്പോൾ പല രോഗങ്ങളെയും സുഖമാക്കാൻ കഴിവുള്ള നീരതിനകത്തുണ്ട്. അവരത് നന്നായി കൈകാര്യം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കാണാൻ ഓർത്തേ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. അവൻ ഈ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ, വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്ന ഒരു ചെടിയായിട്ട് യേശുക്രിസ്തുവിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഗിലെയാദിലെ മലഞ്ചെരിവുകളിൽ പാറയിടുക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔഷധ ചെടി ഇടിച്ചു പിഴിഞ്ഞതിന്റെ നീര് മനുഷ്യ ശരീരത്തിലെ പല പല അസുഖങ്ങളും ഭേദമാക്കുവാൻ സഹായകരമാണെങ്കിൽ ഓർക്കുക, യെശയ്യാ പ്രവാചകൻ ദീർഘദർശിയായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ വരണ്ട നിലം, തണുത്ത നിലമല്ല, ഫലപുഷ്ടമായിരിക്കുന്ന സ്ഥലമല്ല, വരണ്ട നിലത്ത് നിന്ന് വേറെ മുളയ്ക്കുന്ന ഒരു ചെടിയായി യേശുക്രിസ്തുവിനെ കുറിച്ച് വിവരിച്ചിരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, വരണ്ട നിലത്ത് നിന്ന് വേറെ മുളച്ച ആ ചെടിയെ പിതാവായ ദൈവം പറിച്ചെടുത്തു, ദൈവകോപത്തിന്റെ ചക്കിലേക്ക് ഇട്ടു. ആ ചാറ്, ആ രക്തം, ആ നീര് നമ്മുടെ ശാരീരികമായ, നമ്മുടെ ആധ്യാത്മികമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എത്ര പേർക്ക് ഏറ്റെടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം, യേശുക്രിസ്തുവിന്റെ പാവനമായ രക്തം നമ്മുടെ ശാരീരികമായ, നമ്മുടെ മാനസികമായ, നമ്മുടെ ആധ്യാത്മികമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെങ്കിൽ ഇന്ന് പകലൊരിക്കൽ കൂടെ നമ്മുടെ നെഞ്ചോട് കരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയണം, അത് ഒരു നല്ല വൈദ്യൻ എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ നല്ല വൈദ്യനായിരിക്കുന്ന യേശുക്രിസ്തു എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. ഗിലെയാദിലെ മേച്ചിൽപ്പുറങ്ങളിലൂടെ ഞാൻ ഇസ്രായേലിനെ വഴി നടത്തിയിട്ട് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ചില അത്ഭുതകരമായ രോഗസൗഖ്യം ദൈവം നൽകി ആത്മീയ ഭൗതിക സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കഴിവുള്ളവനാണ്. സ്തോത്രം. അത് നമ്മളെന്ന് വിശ്വസിക്കണം. അല്ലെ, സാധാരണ പറയും അതിപ്രശസ്തനായിരിക്കുന്ന ഡോക്ടറുണ്ട്, നമ്മൾ ചെന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ചികിത്സ കിട്ടുള്ളൂ. ഇപ്പൊ മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ ഏത് ആശുപത്രിയെങ്കിലും നിങ്ങൾ ഭാവനയിൽ കാണുക, അവിടെ പേര് കേട്ടൊരു ഡോക്ടറുണ്ട്, എന്ത് രോഗവുമായിക്കൊള്ളട്ടെ. ഇവിടെ രോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മൈക്കും വെച്ച് കെട്ടിക്കൊണ്ട് വരത്തില്ല. ഒരു നമ്മളെ അന്വേഷിച്ച് ചെല്ലണം. ഇത് തന്നെയാണ് എല്ലാ ദൈവമക്കളും ഓർത്തോളം. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ഗിലെയാദിൽ നല്ലൊരു വൈദ്യനുണ്ട്. അങ്ങനെ വില പഠിച്ച് വൈദ്യൻ എനിക്ക് കാശുണ്ട്, ഞാൻ പോയി ചികിത്സിച്ചോളാം. ഒരു കുഴപ്പമില്ല. വൈദ്യന്റെ കാര്യം നിനക്ക് നിന്റെ കാര്യം അല്ല. എന്റെ കർത്താവ് അങ്ങാണ് ഏറ്റവും വലിയ വൈദ്യൻ. യാത്രകളിൽ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. തനിയെ ഇരിക്കുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. ഓരോ പ്രാർത്ഥനകളിലും ഓരോ ആരാധനകളിലും നമുക്ക് എപ്പോഴും പറയാൻ കഴിയണം, എന്റെ വൈദ്യൻ എന്റെ യേശുവാണ്. സ്വന്തം പറഞ്ഞാല് എനിക്കൊരു നല്ല വൈദ്യനുണ്ട്. എന്റെ ശാരീരികമായിരിക്കുന്ന, എന്റെ ആധ്യാത്മികമായിരിക്കുന്ന, എന്നെ അലട്ടുന്ന ഏതെല്ലാം പ്രശ്നമാണോ
അവിടെ എനിക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു നല്ല വൈദ്യനുണ്ട്. അതുകൊണ്ട് ക്ഷണിച്ചു പോകാതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. എല്ലാ